നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് PCB കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് പണ്ടൊക്കെ മാർക്കറ്റിൽ 100 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു PCB ആണ്. അപ്പോൾ ഇത് പല ടൈപ്പിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പേരിൽ ഒരു കേസിനകത്ത് വരുന്ന PCB ആണ്. പക്ഷേ ഇത് നമുക്ക് നോർമൽ കിട്ടിക്കൊണ്ടിരുന്ന അതേ ട്രാൻസ്ഫർ റേഡിയോ ആണ്. സാധാ പ്ലാസ്റ്റിക് ടൈപ്പ് ട്രാൻസ്ഫർ ഉപയോഗിച്ചിട്ടുണ്ട്. 495 494 3 ട്രാൻസ്ഫർ വെച്ച് IF ജനറേറ്റ് ചെയ്യുന്നു. 495 വെച്ച് നമ്മുടെ ഓസിലേറ്റർ സെക്ഷൻ ചെയ്യുന്ന ഒരു സാധാ ടൈപ്പ് ട്രാൻസിസ്റ്റർ റേഡിയോ. അപ്പം ഇത് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പം ഇതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്, ഡാമേജാണ്. പിന്നെ വയർ ഒരെണ്ണം മിസ്സിങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്ഷൻ നമുക്കൊരു PCB കിട്ടിക്കഴിഞ്ഞാൽ ഇത് നോർമൽ പ്ലാസ്റ്റിക് ടൈപ്പ് ട്രാൻസ്ഫർ കേട്ടോ, ജർമ്മനി ഒന്നുമല്ല വരുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് എൽബോർഡ് സാധാരണ 2 ബാൻഡ് റേഡിയോ ഒക്കെ നമ്മൾ പണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇതിൻ്റെയൊക്കെ കുറച്ചൊരു സൈസ് കൂടിയൊരു ടൈപ്പ് PCB നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് കുറച്ചുകൂടെ സർക്യൂട്ടെല്ലാം ചേഞ്ച് വരുത്തി ഒരു കമ്പനിയുടെ ഒരു ചെറിയൊരു ബ്രാൻഡ് പോലെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു PCB ആണ്. പക്ഷേ സംഭവം റെഡ് ഓസിലേറ്റർ കോയിൽ, ഗ്രീന്, വയലറ്റ്, വൈറ്റ്, LOT, IFT ഒക്കെ വരുന്ന ട്രാൻസാണ്. അപ്പോൾ ആൻറ്റിന കോയിൽ നമുക്ക് മിസ്സിങ് ആണ്. അപ്പോൾ ആൻറ്റിന കോയിലിൻ്റെ കണക്ഷൻ കറക്റ്റായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമ്മളിതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പാസിറ്റർ കാര്യങ്ങളൊന്നും നോക്കാതെ, ഒരു എഴുത്തും നോക്കാതെ നമ്മളൊക്കെ ഫുൾ വയറിംഗ് കണക്ഷൻ ഇതിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം. അതിപ്പോൾ ഏതൊരു റേഡിയോയുടെ ആണല്ലോ, ഒരു 90% റേഡിയോയുടെ കണക്ഷൻസും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കണക്ഷൻ പോയിരിക്കുന്ന ഭാഗം ഇതാണ്. അപ്പോൾ ഇവിടാണ് നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ 2 സൈഡിൽ ഒരു സൈഡിലത്തെ കണക്ഷൻ നമുക്ക് ഒന്ന് ആദ്യം നോക്കാം. ഒരു സൈഡിലത്തെ കണക്ഷൻ. അപ്പം ആൻറ്റിന കോയിൽ ഇരുന്ന ഭാഗം ഒടിഞ്ഞു പോയിരിക്കുന്നതാണ് അവിടെ. അപ്പോൾ ആൻറ്റിന കോയിൽ നമുക്കില്ല. അപ്പോൾ ഈ പ്രിൻ്റ് കണ്ടോ, ഈ പ്രിൻ്റ് ഈ ട്രിമ്മറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രിമ്മറിൻ്റെ കോമൺ പോയിൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കുമല്ലോ, ഒരു 2 സൈഡിലത്തെ ഭാഗം ഷോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കാനില്ല. അപ്പോൾ അത് നെഗറ്റീവ് കണക്ഷനാണ്. അത് അടുത്ത വരുന്ന കണക്ഷൻ കണ്ടോ, നേരെ വന്നിട്ട് ഈ ഗ്യാങ്ങിൻ്റെ സെൻറ്ററിലോട്ട്. ഗ്യാങ്ങിൻ്റെ സെൻറ്റർ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നെഗറ്റീവാണ്. ഇനി അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുള്ളൂ. ഗ്യാങ്ങിൻ്റെ സെൻറ്റർ കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് കണക്ഷനാണ് വരുന്നത്. അപ്പോൾ 2 സൈഡ് നെഗറ്റീവ് വന്നപ്പോൾ നമുക്ക് നേരെ ജമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാം കിട്ടാതിരിക്കും. അപ്പോൾ അത് അടുത്തത് നമുക്ക് നോക്കാം. ഇനി ഇത് വരച്ച് വെച്ചിരിക്കുക കേട്ടോ ഞാൻ ഈ PCB കണക്ഷൻസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഇലക്ട്രോണിക്സ് പഠിക്കാത്തവർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ ഒരു കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു PCB ആയിട്ട് കിട്ടിയാൽ എങ്ങനെ കണക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കി 4 കണക്ഷൻ ഇവിടെ ഉണ്ട്. ആ 4 കണക്ഷൻ ഞാനവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് കപ്പാസിറ്റർ, ആ കപ്പാസിറ്ററിൻ്റെ പോയിൻ്റാണ് കണ്ടോ അവിടെ കാണുന്നത്. ഈ കപ്പാസിറ്റർ ഞാൻ തിരിച്ച് കാണിക്കാം ഞാനിപ്പം. പിന്നെ ഈ ഡോട്ട് പോലെ ഞാൻ മുകളിൽ വെച്ചിരിക്കുന്ന ഭാഗം, വരച്ച് വെച്ചിരിക്കുന്ന ഭാഗം ഈ IC, ഓഡിയോ IC ആണ്. അതെ, അപ്പോൾ ഇതിൻ്റെ ഓഡിയോ സ്റ്റേജ് ട്രാൻസ്ഫർ അല്ല, ഓഡിയോ സ്റ്റേജ് IC ആണ്. അപ്പം 3 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഓഡിയോ കിട്ടാൻ വേണ്ടി IC ആണ് ചെയ്തിരിക്കുന്നത്. IC ആകുമ്പോൾ ലോ പവർ ആണല്ലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് 5 പിന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. 2 സൈഡിൽ സ്വിച്ച്, SW സ്വിച്ച് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. സെൻറ്റർ നമുക്ക് 3 കണക്ഷൻ വരുന്ന ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഗ്രൗണ്ട്. അപ്പം പ്ലസ് സപ്ലൈ ഒരു സൈഡിൽ വന്നു കഴിയുമ്പോൾ, സ്വിച്ച് ആയി കഴിയുമ്പോൾ നേരെ അപ്പുറത്തേക്ക് PCBയിലേക്ക് വർക്കിംഗ് വോൾട്ടേജ് വരും. അത്രയുള്ള അവിടുത്തെ പരിപാടി. അപ്പോൾ നമുക്കിനി കണക്ഷൻസിലേക്ക് പോവാം. നമ്മുടെ കണക്ഷൻസ് വരുന്നത് അല്ല, ഇതുപോലുള്ള കപ്പാസിറ്ററുകൾ നമുക്കൊരു സ്പീക്കറിൻ്റെ കണക്ഷൻ ഏത് കപ്പാസിറ്റർ വരുന്നത്, സപ്ലൈ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ നമുക്ക് കപ്പാസിറ്ററിൻ്റെ ലെഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രോഗ്രാം കിട്ടാതെ വരും, വർക്കാകാതെ വരും. അപ്പോൾ ഇത് സാധാരണ ഒരാളെ സംബന്ധിച്ച് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഈ കണക്ഷൻസിൻ്റെ കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു റേഡിയോയിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു വയർ നമുക്കിതിനകത്ത് മിസ്സിങ് ആട്ടോ. ഈ 4 വയറുള്ള ഈ PCBയിൽ 3 വയറേ ഉള്ളൂ. ആ ഒരു വയർ, രണ്ടാമത്തെ വയർ മിസ്സിങ് ആണ്. ആ വയറിൻ്റെ കണക്ഷൻ നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് ഇനി കണക്ഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് വയർ, ഈ ഫസ്റ്റ് വയർ എന്ന് പറയുന്നത് ബ്ലൂ വയറാണ്. ബ്ലൂ വയറിൻ്റെ കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിതുണ്ട്. ഈ പ്രിൻ്റ് നേരെ കണ്ടോ മുകളിലോട്ട് പോവുകയാണ്. അത് നേരെ അവിടെ ചെന്നു ICയിലോട്ട് പോയി. അവിടെ നിന്ന് നമുക്ക് വിടാം. നേരെ നമുക്ക് മുകളിലോട്ട് പോകാം. നേരെ ചെല്ലുന്നുണ്ടോ, പ്രിൻറ്റിന് വീതി കൂടി വന്ന് നേരെ മുകളിലോട്ട് പോയി വേണ്ട, ഇപ്പുറത്തോട്ട് ചാടി ഗ്യാങ്ങിൻ്റെ സെൻറ്റർ പോയിൻറ്റിലോട്ട് പോയി. അപ്പോൾ ഗ്യാങ്ങിൻ്റെ സെൻറ്റർ പോയിൻറ്റ് നമ്മുടെ എന്നാ കോമൺ നെഗറ്റീവ്. അപ്പോൾ അത് നമുക്ക് നെഗറ്റീവ് ആണെന്നുള്ള കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി വെക്കാം. നെഗറ്റീവ് കണക്ഷൻ ഫസ്റ്റ്, ബ്ലൂ വയർ നെഗറ്റീവ്.
ഇനി വരുന്നത് സെക്കൻഡ് വയർ. ആ വയർ നമുക്കില്ല, അതുകൊണ്ട് കോഡ് ഞാൻ എഴുതിയിട്ടില്ല, അത് മിസ്സിങ് ആണ് വയർ. കണക്ഷൻ അടിവഴിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വരച്ചിട്ടിരിക്കുന്നുണ്ടോ, പേനയ്ക്ക് വരച്ചിട്ടിരിക്കുന്ന സർക്യൂട്ട് വരച്ച് വെച്ചിന് അടിവഴിയാണ് പോകുന്നത്. ഈ അടിവഴി പോകുന്ന കണക്ഷൻ കണ്ടോ, ഈ കണക്ഷൻ അടിവഴിയാണ് പോകുന്നത്. ഇങ്ങനെ ഈ കണക്ഷൻ നേരെ മുകളിലോട്ട് ചെന്നിട്ട് കണ്ടോ സ്വിച്ചിൻ്റെ ഫസ്റ്റ് പോയിന്റിലോട്ട് വന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സ്വിച്ചിൽ വരുന്നത് എന്താ, സ്വിച്ച് ആകുന്ന സപ്ലൈ. അപ്പം നെഗറ്റീവ് കോമൺ ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും സപ്ലൈ കോമൺ സ്വിച്ച് വഴി കയറ്റി വിടുന്നത്. അപ്പം നമുക്കത് കിട്ടി പോസിറ്റീവ്. സെക്കൻഡ് പിന്ന് പോസിറ്റീവ് കണക്ഷൻ, ബാറ്ററിയുടെ പ്ലസ് സപ്ലൈ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത നമ്മുടെ സ്പീക്കറിന് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു റേഡിയോയ്ക്ക് നോർമലി എല്ലാ സാധനങ്ങൾക്കും വർക്കിംഗ് വോൾട്ടേജും സ്പീക്കറിനുള്ള കണക്ഷനല്ലേ നമ്മുടെ സാധാരണ റേഡിയോകൾക്കെല്ലാം വരാറുള്ളൂ. അപ്പം ഒരു പി സി ബി കിട്ടിയാലും ഇങ്ങനെ നമുക്ക് കളയരുത്, സർവീസ് ചെയ്ത് നമ്മൾ മാക്സിമം ശ്രമിച്ച് നോക്കി റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ യെല്ലോ വയർ, മൂന്നാമത്തെ വയർ കണ്ടോ, അത് നേരെ വന്നിട്ട് നോക്കി ആ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലോട്ട്, നെഗറ്റീവ് നേരെ വന്നിട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ആംപ്ലിഫയറിൻ്റെ ഐസിയുടെ പിന്നിലോട്ട്. 470 മൈക്രോഫാരഡ് വരുന്നത്, ചിലപ്പോൾ 220 വരാം. ഈ ഫിൽറ്റർ കപ്പാസിറ്ററും ഈ 470 220 വരാം. അപ്പോൾ നമുക്ക് ഈ കണക്ഷൻ മാത്രം നമ്മൾ നോക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കപ്പിൾ ചെയ്ത് ആംപ്ലിഫയറിൻ്റെ ഐസിയിൽ നിന്ന് വരുന്ന കപ്പാസിറ്റർ ആയതുകൊണ്ട് എന്ത് മനസ്സിലായി, അത് സ്പീക്കറിൻ്റെ പ്ലസ്. ഇനി സ്പീക്കറിനുള്ള നെഗറ്റീവ് ലൈന്, അത് ഓൾറെഡി നാലാമത്തെ പിന്ന് ബ്ലാക്ക് വയർ തന്നെയാണ് വരുന്നത്. അപ്പോൾ നോക്കിയേ, ആ വയർ നേരെ നമ്മുടെ 1-ാം നമ്പർ പിന്നുമായിട്ട് സർക്യൂട്ട് വഴി ഷോർട്ടാണ്. അപ്പം 1-ാം നമ്പർ പിന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് 4-ാം നമ്പർ പിന്ന് നെഗറ്റീവ്. അപ്പോൾ സ്പീക്കറിനുള്ള നെഗറ്റീവ് കണക്ഷനും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കണക്ഷൻ വിട്ടുപോയാലോ ഒരു പി സി ബി ആയിട്ട് കിട്ടിയാലോ ഒക്കെ മനസ്സിലാക്കാം. അപ്പോൾ 1-ാം നമ്പർ പിന്നും 4-ാം നമ്പർ പിന്നും ഷോർട്ടാണെന്ന് നമുക്കിത് ഒരു ബസറിലേക്ക് മൾട്ടിമീറ്റർ ഇടുക. അപ്പോൾ നമ്മുടെ 1-ാം നമ്പർ പിന്നും 4-ാം നമ്പർ പിന്നും ഷോർട്ടാണ്. അപ്പം വയർ കണക്ഷൻ കൊടുക്കുമ്പം ഇതെല്ലാം കൂടെ കൂട്ടിപ്പിരിച്ച് അങ്ങ് നെഗറ്റീവ് എല്ലാം കൂടെ കോമൺ ആയിട്ട് നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ 3 വോൾട്ടാണ് വർക്ക് ചെയ്യുന്നത്, വർക്കിംഗ് വോൾട്ടേജ് ഈ സർക്യൂട്ടിന് കേട്ടോ. മാക്സിമം 3 വോൾട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രോഗ്രാമൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി IF സ്റ്റേജ് എല്ലാം പ്രോപ്പർ വോൾട്ടേജ് തന്നെ കൊടുക്കുന്നതായിരിക്കും റേഡിയോയുടെ IF സ്റ്റേജിൻ്റെ വർക്കിങ്ങിന് നല്ലത്. ഓഡിയോയ്ക്ക് 4 വോൾട്ട് എന്നുള്ള 4 കൊടുത്താലും 6 കൊടുത്താലും ഒന്നും കുഴപ്പമില്ല. IF കറക്റ്റ് ചെയ്തിരിക്കുന്നവർ അതിൻ്റെ കോയിലും റെസിസ്റ്റൻസും ഒക്കെ മാച്ചിങ് ആയിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നെഗറ്റീവ് സപ്ലൈ എല്ലാം കോമൺ ആയിട്ട് കൊടുത്തിട്ട് സ്പീക്കറിൻ്റെ ലൈൻ കൊടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ പോസിറ്റീവ് സപ്ലൈയും കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഏതൊരു സർക്യൂട്ട് കിട്ടിയാലും നമുക്ക് ഇതേ ഒരു രീതിയിൽ കണക്ഷനൊക്കെ കണ്ടുപിടിച്ച് സിമ്പിളായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓണാക്കി നോക്കുമ്പം ഒരു ശബ്ദവുമില്ല, ഓഡിയോയുടെ ഒന്നും കേൾക്കുന്നില്ല, ശബ്ദമൊന്നുമില്ല. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ സെൻട്രൽ പിന്നിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഹം സൗണ്ട് ആംപ്ലിഫയറിന് കേൾക്കണമല്ലോ, അതൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം. അടുത്ത പരിപാടി ഉണ്ടോ. അപ്പോൾ സ്വിച്ച് ഇങ്ങനെ ഷോർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഡയറക്റ്റ് സപ്ലൈ കയറും കണ്ടോ. ഇപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ നോയ്സൊക്കെ നമുക്ക് ആംപ്ലിഫയറിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് നേരെ ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്വിച്ച് ഒന്ന് ഷോർട്ട് ചെയ്യുവാണേ. ഇപ്പം നോക്കിക്കേ, അത് അടിപൊളിയായിട്ട് ആംപ്ലിഫിക്കേഷൻ, നമ്മുടെ ഹം സൗണ്ട് ആംപ്ലിഫയറിൻ്റെ നോയ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഏത് ആംപ്ലിഫയറും ചെക്ക് ചെയ്യുന്ന ഈ ഇതില്ല കേട്ടോ, റേഡിയോ ഒന്നുമില്ല. ഇപ്പം ഹോം തിയേറ്ററിൻ്റെ ആണെങ്കിലും നിങ്ങളുണ്ടാക്കുന്ന ആംപ്ലിഫയർ ആണെങ്കിലും എല്ലാം സെൻട്രൽ പിൻ സെറ്റ് ചെയ്യുമ്പോൾ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആൻറ്റിന കോയിലിൻ്റെ സെൻട്രൽ പിന്നിൽ ഏതെങ്കിലും പിന്നിൽ തൊട്ട് നോക്കുമ്പം RF ഡിറ്റക്റ്റ് ചെയ്ത് നമ്മുടെ ആൻറ്റിന കോയിലിൽ നിന്ന് തൊടുന്ന അതേ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ IF സ്റ്റേജിൽ നിന്ന് ഓസിലേറ്റിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ട് IF സ്റ്റേജ് വഴി ഡീമോഡുലേറ്റ് ചെയ്യുന്ന ഇറങ്ങി നമുക്ക് ഇൻപുട്ട് ആംപ്ലിഫയർ വരുന്നുണ്ടെന്ന് അർത്ഥം. മീൻസ് നമ്മുടെ ആൻറ്റിന കോയിൽ എടുത്തു കഴിഞ്ഞാൽ 90% റേഡിയോ വർക്ക് ചെയ്യുമെന്നർത്ഥം. അപ്പോൾ ആൻറ്റിന കോയിൽ റൗണ്ട് ടൈപ്പ് സ്ക്വയർ ടൈപ്പ് ഏത് വേണമെങ്കിലും എല്ലാം കോമൺ ആട്ടോ. ഇതുപോലൊരു വലിയ വൈൻഡിങ്ങും ചെറിയ വൈൻഡിങ്ങും കണ്ടോ, ഇത് കളറ് മാറി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വൈൻഡിങ് കാണിച്ച്, സെൻറ്റർ രണ്ടുകൂടെ കൂട്ടിപ്പിരിച്ചൊരു ടാപ്പും ഒരു വലിയ ടേൺസിൻ്റെ ടാപ്പും ഒരു ചെറിയ ടേണിൻ്റെ ഇതാണ് വരുന്നത്. അപ്പം ഇല്ലോ ഇത് വേറെ ആൻറ്റിന കോയിൽ. അപ്പോൾ ഈ ചെറിയ ടൈപ്പ് ആൻറ്റിന കോയിൽ സ്ക്വയർ ടൈപ്പിലും ഉണ്ടോ വലുപ്പമുള്ള വയർ കൊണ്ട് ചുറ്റിയ ഒരു ചെറിയ ടേണും ചെറിയ ഗേജുള്ള വയർ കൊണ്ട് ചുറ്റിയ വലിയ ടേണും നമുക്ക് കാണാം.
ഇതിൻ്റെ രണ്ടിനും സെൻറ്റർ കൂട്ടിപ്പിരിച്ചിട്ട് നെഗറ്റീവ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്ന രണ്ട് വൈൻഡിങ് കൂടെ കൂട്ടിപ്പിരിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് നെഗറ്റീവ് കണക്ഷനും ടേണ് കൂടിയ ഭാഗം നമ്മുടെ ഗ്യാങ്ങിലേക്കും ടേണ് കുറഞ്ഞ ഭാഗം നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ BF 494 ബേസിലേക്കുമാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഇതൊക്കെ കപ്ലിംഗ് കപ്പാസിറ്റർ വഴിയോ സ്വിച്ച് വഴിയോ ബാൻഡ് സ്വിച്ച് വഴിയോ ആകാം കേട്ടോ. അത് ഓരോ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരും. കോമൺ അതാണ് കണക്ഷൻ. അപ്പോൾ ഇതുണ്ടോ, അത് ചെറിയ വൈൻഡിങ്ങും വലിയ വൈൻഡിങ്ങും വെക്കും. അപ്പോൾ ഇതിനകത്തൊരു നെഗറ്റീവ് കണക്ഷൻ കാണും. ഈ നെഗറ്റീവ് കണക്ഷൻ നമ്മൾ തിരിച്ച് പിടിച്ച് നോക്കുമ്പം ഏതാണെന്ന് നോക്കണം ആദ്യം. ഈ 4 പിന്നിൽ ഏതെങ്കിലും 2 പിന്ന് നമ്മൾ ഷോർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഷോർട്ടായ ഏതാണോ അതാണ് നെഗറ്റീവ് പിൻ. ഇതുണ്ടോ, ഈ പിന്നും ഒരു പിന്നുമായിട്ട് കണ്ടോ ഷോർട്ട് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കാലിലോട്ട് നമ്മൾ കൂട്ടിപ്പിരിച്ച് ആൻറ്റിന കോയിലിന് കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ അതേ മെത്തേഡിൽ നമുക്ക് ആൻറ്റിന കോയിലിന് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പറയാൻ മറന്നു, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വയറൊന്ന് മാറിയിടായിരുന്നു. നല്ലൊരു വയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് കണക്ഷൻ രണ്ടും കൂടെ കൂട്ടിപ്പിരിച്ച കണക്ഷൻ, കോയിൽ രണ്ടും കൂട്ടിപ്പിരിച്ച കണക്ഷൻ കൊടുത്തു. ശേഷം ടേൺസ് കൂടുതൽ ചുറ്റിയ ആ വൈൻഡിങ്ങിൽ നിന്നുള്ള കണക്ഷൻ കൊടുത്തു. ഇത് നേരെ പോകുന്നത് നമ്മുടെ ഗ്യാങ്ങിലേക്കാണ്. അത് കപ്പാസിറ്റർ വഴിയോ സ്വിച്ച് വഴിയോ ആയിരിക്കാം. അതിനുശേഷം നമ്മൾ ടേൺസ് കുറഞ്ഞ വയർ നമ്മുടെ ബേസ് RF ഇൻപുട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ട്രാൻസിസ്റ്ററിലേക്കുള്ള കണക്ഷൻ കണ്ടോ. ഇതാണ് ആ കണക്ഷൻ്റെ കണ്ടോ. നമുക്കിങ്ങനെ നോക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കിട്ടും കണ്ടോ. ഇങ്ങനെ ഒരെണ്ണം ഫ്രീ ആയിട്ട് എടുക്കുക. അപ്പോൾ അടിവഴി അത് ഷോർട്ട് ഉള്ളതുകൊണ്ട് നമുക്കൊരു ജിഗിൽ കൊടുക്കണ്ട, കാരണം കൂട്ടിപ്പിരിച്ചല്ലേ കൊടുത്തിരിക്കുന്നത്. ശേഷം നമുക്ക് നമ്മുടെ സപ്ലൈ കൊടുത്ത് നോക്കാം, റേഡിയോ വർക്കാവുമെന്ന് നോക്കാം. ഇതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം നല്ലപോലെ മാറിക്കിടന്ന ഒരെണ്ണമാണ് കേട്ടോ. നല്ലപോലെ ഗ്യാങ് എല്ലാം തിരിച്ച് ഫുള്ള് താത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു പകുതിക്ക് IFT ഉയർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണെങ്കിലും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഞാൻ വേറൊരു ടിപ്പ് ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പം അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഉപകരിക്കും. ഇതുപോലുള്ള നോർമൽ കോമൺ ട്രാൻസ്ഫർ റേഡിയോകളിൽ ഉണ്ടോ, ഇതുപോലെ നമുക്ക് RFൻ്റെ ഒരു ഇൻപുട്ട് നമുക്ക് മുമ്പേ കിട്ടിയായിരുന്നു. അപ്പം നമുക്ക് എന്താണല്ലോ ആൻറ്റിന കോയിൽ തൊടുമ്പോൾ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ ട്യൂൺ ചെയ്ത് നോക്കാം. എന്നിട്ട് പ്രോഗ്രാം റിസീവ് ചെയ്യുന്നുണ്ട് നോക്കാം. ഓക്കെ, അപ്പം നോർമലി വരുന്ന ഈ ടൈപ്പ് സാധാരണ ടൈപ്പ് വലിയ സ്റ്റേജുകളിലൊന്നും IFT ഒന്നും വലിയ ഇല്ലാത്ത നോർമൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധാരണ റേഡിയോ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി വീക്കായിട്ടായിരുന്നു കിട്ടുന്നതെങ്കിൽ നമുക്കിതിനകത്തൊരു എളുപ്പവഴിയുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമൊക്കെ കിട്ടുന്നുണ്ട്, ആ ഡയറക്ഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നില്ല. അപ്പം നമുക്ക് ആൻറ്റിന കോയിൽ തന്നെ ആൻറ്റിന കോയിൽ വന്ന് റിസീവ് ചെയ്യുന്നത് IF ചെയ്യുന്നത് തന്നെയാണ് നോർമലി. അപ്പം ഞാനിതുണ്ടോ, ആ ഗെയിനിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ടായിരിക്കും. ആ ഓസിലേഷൻ ഗെയിമിൻ്റെ RFൻ്റെ അത് അവരുടെ സോഷ്യൽ മീഡിയ കൂടുതൽ കാഴ്ച ഇല്ലാത്തവർക്ക് പല പല ബെനിഫിറ്റ്സ് നേടിയെടുക്കുന്നതിനും വളരെ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നും ഈ സാഹചര്യത്തിൽ ഞാനത് ഓർമ്മിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ചെറിയ പ്രശ്നമൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പരിഹരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മീറ്റർ ബാൻഡ് മാറിപ്പോകും. കാരണം നമുക്ക് അലൈൻമെൻറ്റ് കുറച്ചുകൂടെ മുന്നോട്ട് മാറുന്നതനുസരിച്ച് നമ്മുടെ ഫ്രണ്ടിലത്തെ മീറ്റർ ബാൻഡ് റേഡിയോയൊക്കെ ആണെങ്കിൽ മാറിപ്പോകും. PCB ഒക്കെ ആയിട്ട് സർവീസ് ചെയ്ത് ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റേഷനൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാനാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ മോഡിഫിക്കേഷനൊക്കെ നമുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. കിട്ടാത്തടത്തല്ല, കിട്ടുന്നിടത്ത് കുറച്ചുകൂടെ ഗെയിനായിട്ട് കിട്ടും. ശേഷം സ്റ്റേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മാക്സിമം പീക്കിൽ IFTയും ട്രിമ്മറും നമുക്ക് അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ ഇതുപോലുള്ള PCB കിട്ടിക്കഴിഞ്ഞാൽ കളയാതെ മാക്സിമം എല്ലാവരും ശ്രമിച്ച് നോക്കണം. ഇൻട്രസ്റ്റ് ഉള്ളവർ എന്താണെന്ന് ശ്രമിക്കുമെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം എല്ലാവരും. അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുപോലുള്ള ട്രാൻസ്ഫർ സംബന്ധമായ പ്രശ്നങ്ങളോ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം. ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഞാൻ എല്ലാവരുമായിട്ട് സംസാരിക്കാറുണ്ട്. ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്, സാധനങ്ങൾ അയച്ചു തരാറുണ്ട്. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം.